അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ ബറക്കത്തും കൈവശമുള്ളവൻ. എല്ലാ ബറക്കത്തിൻ്റെയും ഉടമസ്ഥൻ റബ്ബ് മാത്രമാണ്. നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹുവിനോട് മനസ്സുരുകി തേടണമെന്നും അതിനുവേണ്ടി ഒരു ചെറിയ പ്രാർത്ഥനയും കഴിഞ്ഞ ഖുതുബയിൽ നാം പഠിക്കുകയുണ്ടായി. അല്ലാഹുമ്മ ബാരിക് ലി ഫീമ അഅ്തൈത എന്ന ഈ ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. ഈ 5, 6, 7 ദിവസങ്ങൾക്കിടയിൽ വീണ്ടും ഇതേ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ പ്രാർത്ഥന ചൊല്ലാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ പ്രസക്തിയുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ ബറക്കത്ത് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെടുന്നവരാണ് നമ്മൾ. പലർക്കും പലതിനും സമയമില്ല. ജീവിതത്തിലെ പ്രയാസങ്ങൾ മുന്നിലുണ്ട്. രാവും പകലും ഓടിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബത്തോടൊന്ന് സംവദിക്കാൻ, ഒന്ന് ഒരുമിച്ചിരിക്കാൻ പോലും സമയം കിട്ടാത്ത വിധത്തിൽ നമ്മെ തിരക്കിലേക്ക് നാം വന്ന് ചാടുന്നുണ്ട്. ഒന്ന് സ്വസ്ഥമായിരുന്നു ഖുർആൻ പാരായണം ചെയ്യാൻ സമയം നമ്മെ അനുവദിക്കുന്നില്ല. നമസ്കരിക്കുമ്പോൾ പോലും പരിപൂർണ മനസ്സോടുകൂടി നമസ്കരിക്കാൻ, നമസ്കാരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഇരുന്ന് കൈകളുയർത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എത്ര സമ്പാദിച്ചിട്ടും കടങ്ങൾ വീണ്ടും ബാക്കിയാണ്. ഇന്ന് 10,000 ലാഭം കിട്ടുന്നുണ്ടെങ്കിലും ഈ ലാഭം നഷ്ടപ്പെട്ടു പോകുമോ അടുത്ത മാസം എന്ന ചിന്ത ലാഭം കിട്ടുമ്പോഴും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബറക്കത്ത് സമയത്തിൽ കുറഞ്ഞു പോയിട്ടില്ലേ എന്ന് ചോദിക്കേണ്ടുന്ന സമയമാണ്. സമയത്തിൽ ബറക്കത്ത് അല്ലാഹു സമയത്തിന്റെ ബറക്കത്ത് നമ്മിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ വലിയ തിരക്കുള്ളവരായി, ഇബാദത്തിന് സമയം കണ്ടെത്താത്തവരായി നമ്മൾ മാറുമെന്ന ആ കൂട്ടത്തിലാണോ നമ്മൾ ഉള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വന്തത്തോട് നാം ചോദിച്ചു നോക്കേണ്ടതുണ്ട്. ഈ തിരക്കുകളൊക്കെ നമ്മെ ബാധിക്കുന്നു. സമ്പത്തിന്റെ വിഷയത്തിൽ നമുക്ക് മതിയാകുന്നില്ല, കടങ്ങൾ വീടുന്നില്ല. അതല്ലാത്ത രൂപത്തിൽ പലപ്പോഴും ബറക്കത്ത് നഷ്ടപ്പെടുന്ന വല്ല ചെയ്തികളും നമ്മിലുണ്ടോ എന്ന് നമ്മുടെ ചിന്തയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തുണ്ട് പരിഹാരം? കഴിഞ്ഞ ഖുതുബയിൽ 6 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അതിന്റെ തുടർച്ച എന്ന വണ്ണം ഇൻഷാ അല്ലാഹ് 2-3 കാര്യങ്ങൾ കൂടി ചേർത്ത് വെക്കുന്നു. അതിലൊന്നാമത്തത് ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കുക എന്ന്. ഇബാദത്തുകൾ നാം നിർവഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്ന് നാം ഇരിക്കുന്നത്. ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു തന്നാൽ ആ ഹദീസിനെ ഖുദ്സിയായ ഹദീസ് എന്നാ പറയാ. അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് മുന്നിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടുതരുന്ന ഒരു ഉപദേശം. അതുപോലെയുള്ള ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, യഖൂലുല്ലാഹു സുബ്ഹാനഹു യാ ഇബ്ന ആദം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, യാ ഇബ്ന ആദം, ആദമിന്റെ സന്തതി. നമ്മയാണ് വിളിച്ചത്, മനുഷ്യരെയാണ് വിളിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തഫറഗ ലിഇബാദതി, നീ എനിക്ക് വേണ്ടി എന്നെ ആരാധിക്കുന്നതിൽ നീ മുഴുകണം. എന്നെ ആരാധിക്കുന്നതിൽ നിനക്ക് താല്പര്യമുണ്ടാവണം എങ്കിൽ അംല സ്വദ്റക ഐന, ഞാൻ നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യമിട്ട് തരുന്ന, ഞാൻ നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യമിട്ട് തരും. ഈ ഹൃദയത്തിൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ, മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാകലല്ല മനസ്സമാധാനം. മക്കൾക്ക് വലിയ പ്രൊഫഷനുകൾ ഉണ്ടാകലല്ല മനസ്സമാധാനം. മാറി മാറി വരുന്ന മോഡലുകളായി വാഹനങ്ങളും മൊബൈൽ ഫോണുകളും മാറ്റി വാങ്ങുന്നതല്ല മനസ്സമാധാനം. അത് അല്പസ്വല്പം പട്ടിണി ഉണ്ടെങ്കിലും, കടമുണ്ടെങ്കിലും, പ്രയാസമുണ്ടെങ്കിലും, രോഗമുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലേക്ക് ഇട്ടുതരുന്ന സമാധാനമാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം. പ്രിയപ്പെട്ടവരെ, ആ ഐശ്വര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുതരും. എങ്ങനെയെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ മുഴുകിയാൽ. എന്നിട്ട് ചേർത്തു പറയുകയാണ് റബ്ബ്, വ അസുദ്ദ ഫഖറത്, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടുക്കും. നിനക്ക് മറ്റൊരാളുടെ മുന്നിൽ നിന്റെ ആവശ്യത്തിന് കൈ നീട്ടേണ്ടി വരില്ല. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവാം. അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്വിതനായി 5 നേരം നമസ്കരിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എങ്ങനെയാ കച്ചവടം തുടങ്ങുക? ഹലാലായ കച്ചവടമാണല്ലോ, എന്താ ഞാൻ ചെയ്യുക? എവിടുന്നാ ക്യാപിറ്റൽ കിട്ടുക? എങ്ങനെയാ കല്യാണം ഒന്ന് നടത്തുക? ആ ഹോസ്പിറ്റൽ കേസ് എന്നെ കൊണ്ട് കഴിയൂല എന്ന്, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് നാം കരുതിയ പലതും
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിയാതെ നിർവഹിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു നിർവഹിച്ചു തരും. എങ്ങനെയെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിൽ മുഴുകിയാൽ. ഈ പറഞ്ഞതിനർത്ഥം ഒരു ജോലിക്കും പോകാതെ പള്ളിയിൽ ഇരിക്കണം എന്നതല്ല. തൊട്ടുശേഷം സംസാരിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല, വഇല്ലം തഫഅൽ, നീ അപ്രകാരം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിൽ മുഴുകുന്നില്ല എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മലഅതു സദറക ശുഗലൻ, നിന്റെ ഹൃദയത്തിലേക്ക് ജോലി തിരക്കുകൾ കൊണ്ട് നിന്നെ നിറക്കും. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. രാവിലെ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ എവിടെയാണോ ജോലി, എവിടെയാണോ ഓഫീസ്, എവിടെയാണോ നമ്മുടെ സ്ഥാപനം, എന്താണോ ജോലി, അതിനെക്കുറിച്ച് തിരക്കുകളിലാണ് നമ്മൾ. നമുക്കൊന്നിനും സമയം കിട്ടുന്നില്ല. മക്കളെ ചേർത്ത് പിടിക്കാൻ സമയം കിട്ടുന്നില്ല. സ്വസ്ഥമായി സുബഹി നമസ്കരിച്ച് കുറച്ചു നേരം പള്ളിയിൽ ഇരിക്കാൻ കഴിയുന്നില്ല. വലിയ വലിയ തിരക്കുകളിലേക്ക് നമ്മെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഭയപ്പെടണം. അള്ളാഹു എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ജോലി തിരക്കുകൾ നിറച്ചതാണോ എന്ന്. വീണ്ടും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലം അസുദ്ദ ഫഖറക, നിന്റെ ജീവിതത്തിലേക്ക് വരുന്നൊരു പ്രയാസം, ഒരു ദാരിദ്ര്യത്തെ ഞാൻ തടുക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറ, ഞാൻ തടുക്കൂല. നിസാരമെന്ന് തോന്നിയ പലതും അത് പ്രശ്നമില്ല, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് കരുതുന്ന പലതിന്റെ മുന്നിലും മനുഷ്യർ അടിപതറി പോകുന്നത് നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സഹായം ചോർന്നു പോകുന്നു എന്നാണ് അതിന്റെ കാരണമായിട്ട് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തഫറഗ ലി ഇബാദതീന, എന്നോടുള്ള ഇബാദത്തിൽ മുഴുകണം കേട്ടോ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ ഖുതുബ കഴിഞ്ഞിട്ട് എത്ര നേരം ഒന്ന് അള്ളാഹുവിന് വേണ്ടി ഇരിക്കാൻ, എത്ര മിനിറ്റുകൾ നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. സ്വന്തത്തോടടക്കം, ഞാനടക്കം എല്ലാവരും ആലോചിക്കും. വിശുദ്ധ ഖുർആൻ പാരായണം കഴിഞ്ഞ റമദാനിൽ മടക്കി വെച്ചതാണോ എന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് അല്ലെ സൂറത്തുൽ കഹ്ഫിലെ ഒരു 5 പേജെങ്കിലും, ബാക്കി ഖുതുബ കഴിഞ്ഞിട്ടാവാം, ഓതാൻ എനിക്ക് സമയം കിട്ടിയോ എന്ന് ആലോചിച്ചു നോക്കൂ. എത്രയെത്ര മണിക്കൂറുകൾ, മിനിറ്റുകൾ മൊബൈൽ ഫോണിൽ ചെലവഴിക്കുമ്പോഴും അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിൽ മുഴുകാൻ സമയം കിട്ടുന്നുണ്ടോ എന്നാണ്. സമയം മാറ്റിവെച്ചാൽ സമയത്തിൽ അള്ളാഹു ബറക്കത്ത് തരും. അള്ളാഹു നമ്മുടെ പ്രയാസത്തെ ഇല്ലാതെയാക്കും. നമ്മുടെ ഉപജീവനത്തിൽ അള്ളാഹു കൃത്യമായ ബറക്കത്ത് നൽകും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയത്തിൽ ഒരു ശ്രദ്ധ നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. ഏറ്റവും ചുരുങ്ങിയ ഉദാഹരണം, നമസ്കാരത്തിന്റെ വിഷയം മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കൂ. ഒരു 2 റക്അത്ത് അല്ലെ, പള്ളിയിൽ വരുമ്പോ നമസ്കരിക്കുന്ന 2 റക്അത്ത് തഹിയ്യത്ത് തന്നെ കൃത്യമായി മനസ്സാന്നിധ്യത്തോടു കൂടി നമസ്കരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ചു. മറ്റൊരു ചിന്തയും കടന്നു വരാതെ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നു എന്ന ബോധ്യത്തിൽ നമസ്കരിക്കാൻ നമ്മിൽ എത്ര ആളുകൾക്ക് കഴിയുന്നുണ്ട്? എനിക്ക് കഴിയുന്നില്ല എങ്കിൽ അള്ളാഹുവിനോടുള്ള എന്തൊക്കെയോ ചില കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നാണ്. അടുത്തൊരു കാര്യം പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നത് 8ാമത്തെ കാര്യമായിട്ട് നമുക്ക് പറയാവുന്നു. ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമല്ലേ ഏറ്റവും അടുത്ത ബന്ധമെന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു, മൻ സറഹു അയ്യുമദ്ദ ലഹു ഫീ ഉംരിഹി, അവന്റെ ആയുസ്സിൽ വർധന ഉണ്ടാകണമെന്ന് ആരാണോ ആഗ്രഹിക്കുന്നത്, ആർക്കാ ആഗ്രഹമില്ലാത്തത്? വീണ്ടും അതാ ചോദിക്കുന്നു, വയുസാദ ലഹു ഫീ റിസ്ഖിഹി, അവന്റെ റിസ്ക് വർദ്ധിക്കണമെന്ന് ആരാണോ താല്പര്യപ്പെടുന്നത്, ഉപജീവനം ക്ലിയർ ആവണം, ലാഭം കിട്ടണം എന്ന് ആർക്കാ ആഗ്രഹമുള്ളത്? എന്താ പറയണെന്നറിയോ? മാതാപിതാക്കൾക്ക് ബിർറ് കൊടുത്തോ, നന്മ ചെയ്തോന്നാണ് നമ്മൾ ആലോചിക്കുക. പ്രിയപ്പെട്ടവര്, നമ്മുടെ സമയം, എനിക്ക് ബോധ്യമുണ്ട് ഇതിൽ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്. വരാം ആ വിഷയത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് കൂട്ടുകാർക്ക് വേണ്ടി നാം മാറ്റിവെക്കുന്ന സമയം, അവർക്ക് വേണ്ടി മാറ്റിവെച്ച സമ്പത്ത് അല്ലെ. ഈ കഴിഞ്ഞ മാസത്തിൽ കൂട്ടുകാരുടെ കൂടെ എത്ര തവണ പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, അവരെ തൃപ്തിപ്പെടുത്താൻ എത്ര പണം ചെലവഴിച്ചിട്ടുണ്ടാവും. സ്വന്തം ഉമ്മക്ക് ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതായിരുന്നു എന്ന് ഇന്ന് ഹൃദയത്തോട് ചോദിച്ചാൽ നമ്മിൽ എത്ര ആളുകൾക്ക് പറയാൻ കഴിയും? എൻ്റെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അതായിരുന്നു, എൻ്റെ ഉപ്പക്ക് പ്രിയപ്പെട്ട ഭക്ഷണം അതായിരുന്നു. ഭക്ഷണത്തിലൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. എൻ്റെ ഉപ്പക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു എന്നൊക്കെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക്? അവരെ കൂട്ടിയൊന്ന് പുറത്തുപോയി, അവർക്ക് വലിയ ഭക്ഷണമൊന്നും വേണ്ടി വരൂല, എന്നാലും ഒരു ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മൾ സാധാരണ പോകുന്നവരാണെങ്കിൽ
ആ വിഷയത്തിൽ അള്ളാഹു റിസ്ക് തന്ന് കുറച്ചൊക്കെ ഇടയ്ക്ക് അങ്ങനെ പോകുന്നവരാണ് എങ്കിൽ മാതാപിതാക്കളെ കൂട്ടിയേക്കൊന്ന് പോകാൻ കഴിയുന്നുണ്ടോ എന്ന് ആലോചിച്ചു. നമ്മൾ യാത്ര പോകുന്നു, ട്രിപ്പുകൾ പോകുന്നു, കൂട്ടുകാരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു. ഇത് ഉമ്മ അറിയുന്നത് എപ്പോഴാണെന്നറിയോ? അയൽവാസിയുടെ വീട്ടിലേക്ക് പോയപ്പോ അയൽവാസി പറഞ്ഞു, മകളും മകനും പോയിട്ടുണ്ടല്ലേ ട്രിപ്പ്. ഉമ്മ അറിഞ്ഞിട്ടില്ല. ഉമ്മ പറയാണ് അതേ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉമ്മയുടെ മനസ്സ് പൊട്ടാണ്. ഉമ്മ അറിഞ്ഞിട്ടില്ല പോയത്. അയൽവാസി കണ്ടത് സ്റ്റാറ്റസിലാണ്, വാട്സപ്പ് സ്റ്റാറ്റസിലാണ് കണ്ടത്. അവരെ കൂട്ടി ഒന്ന് പോകാൻ പ്രിയപ്പെട്ടവരെ, ഒരുമിച്ചിരുന്ന് ഒന്ന് പോയിട്ടില്ല, പുറത്തിറങ്ങിയിട്ടില്ല, ഒരു 5 മിനിറ്റ് സമയമെങ്കിലും ഉപ്പയുടെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കാൻ പ്രിയപ്പെട്ടവരെ സാധിക്കുന്നുണ്ടോന്നാണ്. ഇതിനൊന്നും സമയമില്ല. ഉപ്പയോട് സംസാരിക്കാൻ സമയമല്ല, ഉമ്മയോട് സംസാരിക്കാൻ സമയമല്ല. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് പടച്ചോനെ കച്ചവടത്തിൽ ബറക്കത്ത് തരണേ, പുതിയ 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 കച്ചവടങ്ങളിലേക്ക് കടക്കാൻ കഴിയണേ, സമ്പത്ത് തരണേ, ബറക്കത്ത് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്തു ഫലമാണുള്ളത് കൂട്ടരെ? എന്തു ഫലമാണുള്ളത്? അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർക്ക് നന്മ ചെയ്യാൻ ഒരു നന്മയും പ്രത്യേകിച്ചൊന്നും വേണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് എന്താ സുഖമല്ലേ എന്ന് ചോദിക്കാൻ മക്കൾക്ക് സമയമില്ല. വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം മാതാപിതാക്കളെ നോക്കാൻ മക്കൾക്ക് കഴിയുന്നില്ല എന്നതല്ല. അവരവരുടെ ബിസിനസ്സിന് വേണ്ടി, കരിയറിന് വേണ്ടി, പ്രൊഫഷന് വേണ്ടി റിസ്ക് തേടിക്കൊണ്ട് നാട്ടിൽ നിന്ന് മറ്റേതോ നാട്ടിലേക്ക് യാത്ര പോയി. അതുകൊണ്ടാ വൃദ്ധസദനങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വന്നത്. എന്തു റിസ്ക്കാണ് അവർക്ക് കിട്ടുക? വരുമാനത്തിൽ എന്തു ബറക്കത്താണ് കിട്ടുക? എന്തു ബിസിനസ്സുകളാണ് അവർക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുക? തന്നെ നൊന്തു പ്രസവിച്ച മാതാവിനെ മറ്റാരുടെയോ കാൽക്കീഴിലേക്ക് 10,000 കൊടുത്ത് വലിച്ചെറിഞ്ഞിട്ട് എന്തു നേട്ടമാണ് ഉണ്ടാക്കുക? പ്രിയപ്പെട്ടവരെ, അവരുടെ അടുത്തൊന്ന് ചെന്നിരുന്ന് മരുന്നിനെ കുറിച്ച് ചോദിക്കാൻ, സന്തോഷത്തെക്കുറിച്ച് ചോദിക്കാൻ, വേദനയെക്കുറിച്ച് ചോദിക്കാൻ സമയം കണ്ടെത്തുന്ന കൂട്ടരെ. മരണപ്പെട്ടു പോയി ഉമ്മ, പാപ്പ മരണപ്പെട്ടു പോയി, ഇനി എന്തു ചെയ്യാൻ കഴിയും? എന്തു നന്മയാണ് എനിക്ക് ചെയ്യാൻ കഴിയും പ്രിയപ്പെട്ടവരെ? അവർക്ക് വേണ്ടി പാപമോചനം തേടുക. എൻ്റെ വാപ്പക്ക് റബ്ബേ പൊറത്തു കൊടുക്കണേ എന്ന് പറയാ, എൻ്റെ ഉമ്മക്ക് റബ്ബേ പൊറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥനകളിൽ ഇടമുണ്ടാവുക. അത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നന്മയാണ് പ്രിയപ്പെട്ടവരെ. അവരുണ്ടായിരുന്ന കാലത്ത് മാത്രമുണ്ടായിരുന്ന ചില കുടുംബ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ നമുക്ക് ഇന്നും വിളക്കി ചേർക്കാൻ കഴിയും. അത് മരണപ്പെട്ടതിന് ശേഷവും മാതാപിതാക്കളോട് ചെയ്യാൻ കഴിയുന്ന നന്മയാണ്. അവരുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും, അവരുമായിട്ടുള്ള ബന്ധം. ഇതെന്റെ വാപ്പയുടെ സുഹൃത്താണ്, എൻ്റെ ഉമ്മയുടെ സുഹൃത്തായിരുന്നു. ആ ഒരു ബന്ധം ഒരു മകന് കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് അവരോടുള്ള നന്മയാണ് എന്നാണ്, വാപ്പയോടുള്ള നന്മയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചോദ്യചിഹ്നമായി ഉണ്ടാകണം എൻ്റെ മാതാപിതാക്കളുമായി എൻ്റെ ഇടപാട് എങ്ങനെയായിരുന്നുവെന്ന്. അത് നന്നായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനത്തിൽ ബറക്കത്ത് തരുമെന്നാണ്. 9ാമതായിട്ട്, പലപ്പോഴും ബറക്കത്ത് എന്നുള്ള ഒരു പ്രയോഗമൊക്കെ ധാരാളമായി കടന്നു വരുന്ന ഒരു ഭാഗമാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. ഭക്ഷണത്തിലെ ബറക്കത്തിനെ കുറിച്ച് പലപ്പോഴും ചർച്ചയാകാറുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ ഭക്ഷണത്തിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? അത് ഒരുപാട് ഭക്ഷണം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി എന്നതല്ല, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുള്ള ആളുകളും അവരുണ്ടാക്കുന്നുണ്ട് എന്നതല്ല. ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്നു എന്നതിനപ്പുറത്ത് കുറഞ്ഞ ഭക്ഷണം, ആ ഭക്ഷണം കൊണ്ട് കൂടുതൽ ആളുകൾക്ക് വിശപ്പടക്കാൻ കഴിയുക 1, ആ കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യത്തിന്, ശരീരത്തിന് ഗുണകരമാവുക 2, കഴിക്കുന്ന ഭക്ഷണം ഇബാദത്ത് ചെയ്യാൻ ഉന്മേഷം നമ്മിൽ തരുക 3. ഈ ബറക്കത്ത് പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നു. അങ്ങനെ എത്ര കഴിച്ചിട്ടും ഒരു ഗുണവും കിട്ടുന്നില്ല. പല നിലക്കും ഭക്ഷണത്തെക്കുറിച്ചൊക്കെ കുറ്റപ്പെടുത്തി മറ്റുമൊക്കെ സംസാരിക്കാറുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറച്ച് ആളുകൾ വന്നു. അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയാൻ, യാ റസൂലല്ലാഹ് ഇന്നാ നഅകുലു വലാ നശ്ബഹ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട പ്രവാചകരെ, വിശപ്പടങ്ങുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിയാൽ അത് ശരീരത്തിൽ കാണുന്നില്ല. ആ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഗുണം എൻ്റെ ശരീരത്തിൽ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചത് എന്തറിയോ? ഫലഅല്ലകും തഅകുലൂന മുതഫർരിഖീൻ, നിങ്ങൾ ഒറ്റക്കായിട്ടാണോ ഭക്ഷണം കഴിക്കാറ്? ഒറ്റക്കായിട്ടാണോ ഭക്ഷണം കഴിക്കാറ്? അത് അവരോട് ചോദിച്ച ചോദ്യം. ഉത്തരം നമ്മൾ ആലോചിച്ചോളൂ. വീട്ടിൽ ഉമ്മ അടുക്കളയിൽ നിന്ന് കഴിക്കുന്നു, ഭാര്യ അടുക്കളയിൽ നിന്ന് കഴിക്കുന്നു, വാപ്പ ഹാളിൽ ഇരുന്ന് കഴിക്കുന്നു, മക്കൾ അത് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതല്ലെങ്കിൽ അത് അങ്ങനെയാണെന്ന് പറഞ്ഞ് മൊബൈൽ ഫോണുമായി അവരുടെ ബെഡ്റൂമിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നു.
ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. മുമ്പ് പട്ടിണിക്കാലവും പ്രയാസമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഉള്ളത് ഒരുമിച്ച് കഴിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് കാലം മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് അവര് കൊടുത്ത മറുപടി എന്തറിയോ? നഅം, അതേ പ്രവാചകരെ, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറില്ല. ഞങ്ങൾ വ്യത്യസ്ത രൂപത്തിലാണ് കഴിക്കാറുള്ളത്, വ്യത്യസ്ത സമയത്തിലാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ഫജ്തമിഉ അലാ ത്വാമികും, നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ചിരിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എല്ലാ നേരത്തും ചിലപ്പോൾ അങ്ങനെ കഴിഞ്ഞോളണമെന്നില്ല. എന്നാൽ കഴിയുന്ന നേരമെങ്കിലും ഒന്ന് ഒരുമിച്ചിരുന്ന് ഒരു 5 മിനിറ്റ് കാത്തിരുന്നാൽ അവൻ വരുമെങ്കിൽ അവനെ കാത്തിരിക്കാം, അവൾ വരുമെങ്കിൽ അവളെ കാത്തിരിക്കാം, വാപ്പയെ കാത്തിരിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഞാനും വരാം എന്ന് ഭാര്യ പറയുന്നെങ്കിൽ, ഉമ്മ പറയുന്നെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല ചേർത്തു പറഞ്ഞു, വദ്കുർ ഇസ്മല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കണം, ബിസ്മി ചൊല്ലണം കേട്ടോ. നമ്മൾ മറന്നു പോവാണ്, പലപ്പോഴും മറന്നു പോകുന്നു, ബിസ്മി ചൊല്ലാൻ മറന്നു പോകുന്നു എന്നാണ്. ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ യുബാറക ലക്കും ഫീഹി, അതിൽ നിങ്ങൾക്ക് ബറക്കത്ത് നൽകും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതിൽ ബിസ്മിയൊക്കെ ചൊല്ലി കഴിച്ചാൽ അള്ളാഹുവിന്റെ ബറക്കത്ത് ആ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുമായി ചേർത്ത് വെക്കാവുന്ന മറ്റൊരു ഹദീസ് ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന സ്വഹീഹ് മുസ്ലിം 2059 ഹദീസ്, ഒരാൾക്കുള്ള ഭക്ഷണം 2 പേർക്ക് മതിയാകും. ഒരാൾക്കുള്ള ഭക്ഷണത്തിലെ അത് 2 പേർക്ക് അത് മതിയാകും. 2 പേരുടെ ഭക്ഷണമുണ്ടോ അത് 4 പേർക്ക് മതിയാകുന്ന. ഇതെങ്ങനെ മതിയാകുന്നവര്? ആ ഭക്ഷണത്തിലുള്ള ബറക്കത്തുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സംസാരിക്കുന്നുണ്ട്. അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ എന്ന് പറഞ്ഞ കൽപ്പിച്ചു. എന്തിനാ കൽപ്പിച്ചത്? ബിൽഅഖിൽ അസാബിഅ വസ്സുഹ്ഫ, ഭക്ഷണം കഴിക്കുന്ന പാത്രമാവട്ടെ അതേപോലത്തെ വിരലുകളാവട്ടെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നുണയണം. ഓരോ നാട്ടിൽ അതിന് വ്യത്യസ്ത പേരുകൾ ഉണ്ടാവും. ഭക്ഷണ പദാർത്ഥങ്ങൾ വിരലുകളിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നാവ് കൊണ്ട് എടുക്കണം, നുണഞ്ഞെടുക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു കാരണം പറയുന്നുണ്ട്. ഇന്നകും ലാ തദറൂന ഫീ അയ്യത്തിൽ ബറക, ആ ഭക്ഷണത്തിലെ ഏതു ഭാഗത്താണ് ബറക്കത്തെന്ന് നിങ്ങൾക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ വിരലുകളും പാത്രമൊക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് വടിച്ച് വൃത്തിയാക്കണം. പലപ്പോഴും സംഭവിക്കാറെന്താ? ഒരുപാട് ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് വിളമ്പും, ഒരുപാട് കളയും. ഒരു ചായ കുടിച്ചാൽ അതിൻ്റെ ഒരു 20% അതിൽ ബാക്കി വെച്ചിട്ടില്ലെങ്കിൽ അത് മോശമാണെന്ന ചിന്തയാ കടന്നു വരുന്നത്. കുറച്ച് ബാക്കി അവിടെ വെക്കുന്നു. കുടിക്കുമ്പോഴാണെങ്കിലും കഴിക്കുമ്പോഴാണെങ്കിലും ഭക്ഷണത്തിൽ ബാക്കി വെക്കുന്നത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. അതിൽ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിർദ്ദേശം പ്രിയപ്പെട്ടവരെ ഉണ്ടാകണമെന്നാണ്. ഭക്ഷണത്തിന്റെ ധൂർത്തി ഇതുമായി ബന്ധപ്പെട്ട് കടന്നു വരേണ്ടുന്ന ഒന്നാണ്. നമ്മുടെ നാടുകളിലെ കല്യാണങ്ങളാവട്ടെ, വീടുകളിലേന്ന് ആലോചിച്ചോളൂ, എൻ്റെ വീട്ടിലേന്ന് ഓരോരുത്തരും ആലോചിച്ചോളൂ. ഭക്ഷണ പദാർത്ഥം എത്ര പാഴാക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ബറക്കത്തായിരിക്കും പ്രിയപ്പെട്ടവരെ അതൊക്കെ നഷ്ടപ്പെട്ടു പോവുക. എത്രയോ ഭക്ഷണങ്ങൾ അത് പാഴാക്കി കളയുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടു കൂടി ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നുണ്ട്. മൻ അത്അമഹുല്ലാഹു ത്വആമ, അള്ളാഹു ആരെയെങ്കിലും ഭക്ഷിപ്പിച്ചാൽ, അള്ളാഹു ഒരാൾക്കൊരു ഭക്ഷണം തന്നാൽ, നമ്മുടെ മുന്നിൽ ഒരു ഭക്ഷണം തന്നാൽ, ഫൽയഖുൽ, അവൻ പറയട്ടെ എന്ന്. നമുക്ക് പ്രാർത്ഥന അറിയാം. ഏറ്റവും ചുരുങ്ങിയത് ബിസ്മില്ലാ പറയണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. ഒരുപാട് പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. ഒരു പ്രാർത്ഥന ഭക്ഷണം മുന്നിൽ വരുമ്പോൾ പറയേണ്ടത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി, അള്ളാഹുവേ ഇതിൽ ബറക്കത്ത് ചൊരിഞ്ഞു തരണേ. വഅത്ഇംനാ ഖൈറൻ മിൻഹു, ഇതിനേക്കാൾ ഉത്തമമായത് ഞങ്ങളെ ഭക്ഷിപ്പിക്കുകയും ചെയ്യണേന്ന്. ചെറിയൊരു പ്രാർത്ഥനയാണ്. പുറത്ത് നമ്മുടെ നോട്ടീസ് ബോർഡിൽ ഈ പ്രാർത്ഥന ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ തയ്യാറാവണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി, അള്ളാഹുവെ ഈ ഭക്ഷണത്തിൽ ബറക്കത്ത് കൊണ്ട്. നമ്മുടെ ഭാഷയിൽ ചിലപ്പോൾ അത് നിസാരമായ ഭക്ഷണമായേക്കാം. എല്ലാ ഭക്ഷണത്തിനും പ്രാധാന്യമുണ്ട്. പക്ഷെ നമ്മുടെ ഭാഷയിൽ ചില ഭക്ഷണങ്ങൾക്ക് നമ്മൾ മൂല്യം കണക്കാക്കാറില്ല. വില കുറഞ്ഞ ഭക്ഷണമാവാം, അല്ലെങ്കിൽ കുറച്ചു ഭക്ഷണമാവാം. എന്നാലും അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താ? അള്ളാഹുവേ ഇതിൽ ബറക്കത്ത് തരണം റബ്ബേ, ഇത് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഉന്മേഷം തരണേ, ഇബാദത്തുകളിൽ മുന്നേറാൻ ഉന്മേഷം തരണേന്ന്. പലപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ കാരണത്താൽ ഇബാദത്തിന് ഉന്മേഷമില്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്.
ഭക്ഷണം കഴിച്ചതുകൊണ്ട് നമസ്കരിക്കാൻ കഴിയണില്ല, സുജൂദ് ചെയ്യാൻ കഴിയണില്ല. ഇതെന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കഴിക്കാത്തത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കഴിക്കാത്തത് കൊണ്ടാണ് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഈ പ്രയാസം നമുക്കുണ്ടാകുന്നത്. അപ്പൊ കുറച്ചാണെങ്കിലും നാം അള്ളാഹുവിനോട് ചോദിക്കുന്നത്, പടച്ചവനെ ബർക്കത്ത് തരണേന്ന്. തൊട്ടടുത്തുള്ള ഭാഗമൊന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇതിനേക്കാൾ നമ്മുടെ മുന്നിൽ ഈ ലോകത്ത് ലഭ്യമായ എത്ര നല്ല വിഭവമാണെങ്കിലും, സുഭിക്ഷമായ വിഭവമാണെങ്കിലും, ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത് പടച്ചോനെ ഇതിനേക്കാൾ നല്ലത് എന്നെ ഊട്ടേണമേ, എനിക്കു തരേണമേ. എവിടെ നല്ലൊരു ഭക്ഷണം കിട്ടുമ്പോഴും ഒരു വിശ്വാസി ആലോചിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്, പരലോകത്തെ കുറിച്ചാണ്, നാളെ സ്വർഗത്തിൽ ഇതിനേക്കാൾ വിശിഷ്ടമായ ഭക്ഷണം എനിക്ക് തരണേന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയ്ക്ക് എത്ര മഹത്വമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അർത്ഥസമ്പൂർണമാണെന്ന് ആലോചിച്ച് നോക്കൂ. റബ്ബേ, എന്റെ മുന്നിലുള്ളത് ഏതു ഭക്ഷണമാണെങ്കിലും അതിൽ ബറക്കത്ത് തരണേ. ഈ ഭക്ഷണത്തിനേക്കാൾ ഉത്തമമായ ഭക്ഷണം നാളെ സ്വർഗത്തിൽ എനിക്ക് തരണേന്നാണ്. എത്ര സുഭിക്ഷമായ ഭക്ഷണം കിട്ടുമ്പോഴും ഒരു വിശ്വാസി ഉച്ചരിക്കുന്നത്, അവന്റെ ഹൃദയത്തിൽ ഭക്ഷണം കഴിക്കുമ്പോഴും ചിന്ത പരലോകത്തെ കുറിച്ചാണ്, സ്വർഗത്തെ കുറിച്ചാണ്. ഈ ഒരു ഉയരത്തിലേക്ക്, ഈ ഒരു ദറജയിലേക്ക് എത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോന്ന്? സാധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനകളുടെ അർത്ഥസഹിതം മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഭൗതിക ലോകത്തെക്കാൾ വലുത്, അത് അല്ലാഹു തൃപ്തിപ്പെടുന്ന പരലോകത്തെ വിജയമാണ് എന്ന ചിന്ത, ആ ചിന്ത നമ്മിലേക്ക് കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ സുന്നത്തുകളും ജീവിതത്തിലേക്ക് വരും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അപാരമായ ബറക്കത്തുണ്ടെങ്കിൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ പരലോകത്ത് രക്ഷ നേടാൻ കഴിയുക. ആ ബറക്കത്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ സാധിക്കേണ്ടതുണ്ട്.